പ്രൈസ് ദി ലോർഡ്. സഭാചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന പേരിനാൽ അറിയപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവമനുഷ്യനാണല്ലോ സ്തെഫാനോസ്. ജ്ഞാനമുള്ള, ആത്മാവിൽ നിറഞ്ഞ, സാക്ഷ്യമുള്ള ഈ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യന്റെ ഒന്നാമത്തതും ഒടുക്കത്തതുമായൊരു പ്രസംഗം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ കഴിയും. 7-ാം അധ്യായത്തിൽ ആ പ്രസംഗം പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ അഭിനന്ദന പ്രവാഹങ്ങളല്ല തനിക്കുണ്ടാകുന്നത്, അനുമോദനങ്ങളല്ല തനിക്ക് ഉണ്ടാകുന്നത്. മറിച്ച് ഈ പ്രസംഗത്തിന്റെ ഒടുവിൽ പ്രസംഗം കേട്ടവർ കോപം നിറഞ്ഞവരായി തന്റെ നേരെ പല്ലുകടിച്ചു. സ്തെഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുന്ന സമയത്ത് ഇതാ ദൈവമഹത്വം, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പുത്രൻ തനിക്കു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച താൻ കാണുകയാണ്. അതേ ഈ ദിവസങ്ങളിൽ നാം അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നകലുഷിതമായ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ നാം ആത്മാവിൽ നിറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ പ്രശ്നങ്ങളെ അല്ല നാം കാണാൻ പോകുന്നത്, മറിച്ച് പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവമഹത്വം നാം കാണാൻ പോകുകയാണ്. യേശു കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച നാം കാണാൻ പോകുകയാണ്. അതെ, ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളെ നിരാശയിലേക്ക് മുക്കിത്താഴ്ത്തുന്ന, നിങ്ങളുടെ ജീവിതത്തിന് നേരെ പ്രതിസന്ധികളുമായി എഴുന്നേറ്റ് നിൽക്കുന്ന, പരിഹാസങ്ങളുമായി എഴുന്നേറ്റ് നിൽക്കുന്ന ചില വൈരികളെ കണ്ടിട്ട് ഈ ദിവസങ്ങളിൽ ആത്മാവിൽ നമുക്ക് നിറയാം, ആത്മാവിൽ മുൻപോട്ട് ചലിക്കാം. ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് പ്രശ്നങ്ങളെയല്ല, മറിച്ച് ദൈവമഹത്വത്തെയാണ്. അതെ, ദൈവമഹത്വത്തെ ദർശിക്കുവാൻ ആത്മാവിൽ നമുക്ക് നിറയാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.